സോ ഹേ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ലെക്ചർ നമ്പർ 40, ഇന്ത്യൻ ഇക്കോണമി, പോവേർട്ടി. പോവേർട്ടി എന്ന് വെച്ചാൽ എന്താണ്? ദാരിദ്ര്യം എന്നാണ് പോവേർട്ടി നമ്മൾ പറയുക. സോ ഒരു രാജ്യത്തിൻ്റെ പോവേർട്ടി ഇൻഡെക്സ് എന്ന് വെച്ചാൽ ആ രാജ്യത്തിന് എത്രത്തോളം ഇത്തരത്തിലുള്ള ദരിദ്രരുടെ പട്ടിക, അതായത് എത്ര പെർസെൻറ്റേജ് ആണ് പോവേർട്ടി ലൈനിലും താഴെ നിൽക്കുന്ന ജനങ്ങൾ ഈ ഒരു രാജ്യത്തുള്ളത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ബേസിക്കലി പോവേർട്ടി ഈസ് എ സ്റ്റേറ്റ് ഓർ എ കണ്ടീഷൻ. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സംസ്ഥാനം, ആ സ്റ്റേറ്റ് അല്ല ഇത്. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സിറ്റുവേഷൻ. ഈ സ്റ്റേറ്റിൻ്റെ അർത്ഥം സിറ്റുവേഷൻ എന്നാണ്. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സംസ്ഥാനമല്ല, സിറ്റുവേഷൻ. പോവേർട്ടി ഈസ് എ സിറ്റുവേഷൻ ഓർ എ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ ഓർ എ കമ്മ്യൂണിറ്റി ലാക്സ് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് എസെൻഷ്യൽ ഫോർ എ മിനിമം സ്റ്റാൻഡ് ഓഫ് ലിവിങ്. സ്വാഭാവികമായിട്ടും 3 നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കാനായിട്ടുള്ള അത്രയും ഒരു സാമ്പത്തികമായിട്ടുള്ള ശേഷി പോലും ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ പോവേർട്ടി ലൈനിൽ ഉദ്ദേശിക്കുന്നത്. പോവേർട്ടി സ്ട്രിക്കൻ പീപ്പിൾ ആൻഡ് ഫാമിലീസ് മൈറ്റ് ഗോ വിത്തൗട്ട് പ്രോപ്പർ ഹൗസിങ്, ക്ലീൻ വാട്ടർ, ഹെൽത്തി ഫുഡ്, മെഡിക്കൽ അറ്റൻഷൻ. സോ ഈ പോവേർട്ടി ലൈനിൽ താഴെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ പോവേർട്ടി ലൈനിൽ താഴെ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് ഹൗസിങ് ഉണ്ടാവില്ല. അതായത് പ്രോപ്പറായിട്ട് ഈ വീടും കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. സോ അവർ താമസിക്ക് പറഞ്ഞവർ ഏതെങ്കിലും ഷോപ്പിൻ്റെ മുമ്പിലായിട്ട് വരാൻ തിരക്കായിട്ട് കിടന്നുറങ്ങും. സോ അങ്ങനെയൊക്കെ അവർ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടായിരിക്കും അവർ ജീവിക്കുക. സോ അവർക്ക് സ്വന്തമായിട്ട് എന്തുണ്ടാവില്ല, സ്വന്തമായിട്ട് അവർക്കൊരു വീട് പോലും ആക്ച്വലി ഉണ്ടാവില്ല. സോ അതാണ് ആദ്യം പറയുന്നുള്ളത്. രണ്ടാമത് പറയുന്നത് എന്താ വെച്ചാൽ ക്ലീൻ വാട്ടർ അവർക്ക് കിട്ടില്ല. അവരെന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്ന പൈപ്പ് വാട്ടറൊക്കെ ആയിരിക്കും കുടിക്കുക. അതിൽ ചിലപ്പോൾ ബാക്ടീരിയാസ് ഉണ്ടാവും നല്ല രീതിയിൽ. സോ അവർക്ക് പ്രോപ്പറായിട്ട് നല്ല ഹെൽത്തി ഫുഡോ ക്ലീൻ വാട്ടറോ കിട്ടില്ല. സോ അങ്ങനെയുള്ള ഇതൊന്നും കിട്ടാത്ത ആൾക്കാരാണ് നമ്മൾ പോവേർട്ടി ലൈനിൽ താഴെ നിൽക്കുന്ന ആൾക്കാരെന്ന് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതല്ലാതെ ഇപ്പോൾ 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ ഗതിയുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറൊന്നും വാങ്ങാനില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് കടങ്ങളുള്ള ആൾക്കാർ നമ്മൾ പോവേർട്ടി ലൈനിൽ താഴെയുള്ള ആൾക്കാരെ നമ്മളൊരിക്കലും പറയില്ല. ഓക്കെ, നമ്മളൊരിക്കലും അങ്ങനെയുള്ള ആൾക്കാർ പോവേർട്ടി ലൈനിൽ താഴെയുള്ള ആൾക്കാരെന്ന് ഒരിക്കലും പറയില്ല. അത്യാവശ്യം ലോണൊക്കെ ഉണ്ടെന്നാണെങ്കിൽ അതൊക്കെ ഒരു കുഴപ്പമില്ല. അതൊക്കെ പോവേർട്ടി ലൈനിൽ താഴെയുള്ള ആൾക്കാരുടെ ആ ഒരു ലിസ്റ്റിലേക്ക് കൂട്ടില്ല. പോവേർട്ടി ലൈനിൽ താഴെ ആൾക്കാരെ ലിസ്റ്റിൽ കൂട്ടുന്നത് എങ്ങനെയാണ്? ഒന്ന്, പ്രോപ്പറായിട്ട് അവർക്ക് ഹൗസ് ഒന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഷോപ്പിൻ്റെ മുമ്പിൽ അങ്ങനെയൊക്കെ ആയിരിക്കും കിടക്കുക. ക്ലീൻ വാട്ടർ ഉണ്ടാവില്ല, പൈപ്പ് വാട്ടറൊക്കെ ആയിരിക്കും കുടിക്കുക. ഹെൽത്തി ഫുഡ് കിട്ടില്ല. കിട്ടുന്ന എന്തെങ്കിലും വേസ്റ്റൊക്കെ അവർ കഴിക്കും. അവർക്ക് പ്രോപ്പറായിട്ട് നല്ല ഭക്ഷണം ഉണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലും ഡിസീസൊക്കെ വന്നാൽ അവർക്ക് മെഡിക്കൽ കെയറും കിട്ടാൻ പോകുന്നില്ല. സോ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ പോവേർട്ടി ലൈനിൽ താഴെ നിൽക്കുന്നതെന്ന് പറയുന്നുള്ളത്. കോസ് ഓഫ് പോവേർട്ടിയുടെ കാരണം എന്താണ്? ഒന്ന്, ഇൻക്രീസിങ് അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ കൂടുന്ന സമയത്ത് തൊഴിൽ കിട്ടില്ല, പൈസ കിട്ടില്ല, ഫുഡ് ഇല്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. സോ ഇതാണ് ഒന്നാമത്തെ റീസൺ. ഹൈ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് പെർട്ടിക്കുലർലി അമംഗ് ദ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ക്യാൻ ലീഡ് ടു പോവേർട്ടി. ഇത് ഞാനിപ്പോൾ നോട്ടായിട്ട് നിങ്ങൾക്ക് തന്നില്ലെങ്കിലും നിങ്ങളോട് എസ്സേ ചോദിച്ച് നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരാൾ ഇങ്ങനെയാണ് ഒരു ദരിദ്രനാവുന്നത്. അയാൾക്ക് ജോലി കിട്ടാത്ത ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അയാൾ പഠിച്ച സ്കില്ല് അയാൾക്ക് കിട്ടുന്ന ജോലി മാച്ച് ആവില്ല. ആ സമയത്ത് അയാൾ ടെർമിനേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് ചോദിക്കുകയാണെങ്കിൽ, തൊഴിലില്ലായ്മയാണ്, രണ്ടാമത് സ്കില്ലും പഠിച്ച കാര്യങ്ങളായിട്ട് മാച്ച് ആവുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസൊക്കെ വന്നിട്ട് കിടപ്പിലായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലിന് പോകാൻ വേണ്ടി പറ്റില്ല, സ്കില്ലുണ്ടെങ്കിൽ പോലും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. നിങ്ങൾക്ക് അറിയാം. ലാക്ക് ഓഫ് പ്രോപ്പർ എഡ്യൂക്കേഷൻ. ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുകയാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ നടക്കുമോ? വർക്കൗട്ട് ആവുമോ? ഡെഫിനറ്റ്ലി നോട്ട്. വിതൗട്ട് ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇൻഡിവിജ്വൽസ് മേ be limited in their ability to secure higher paying jobs, break the cycle of poverty. പോവർട്ടി ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ജോലി കിട്ടണം, നല്ല സാലറി ഉണ്ടാവണം, നല്ല സ്റ്റാൻഡ് ഓഫ് ലിവിങ് കൂടണം. പക്ഷേ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഒരു ബിസിനസ് പോലും തുടങ്ങാൻ വേണ്ടി പറ്റില്ല. ഒരു ബിസിനസ് തുടങ്ങേണ്ട അതിനെക്കുറിച്ച് എന്തെങ്കിലും നോളജ് വേണം. ദാറ്റ്സ് ഇറ്റ്. പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് ആൾക്കാരുടെ എണ്ണം കൂടി, തൊഴിലില്ലായ്മ കൂടി, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ. ലാർജ് പോപ്പുലേഷൻ ഇൻ റീജൻ വിത്ത് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റീസ് റിസോഴ്സസ് ക്യാൻ ബി സ്ട്രെച്ച്ഡ് തിൻ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങളെ റിസോഴ്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ഡിമാൻഡ് കൂടും, അവൈലബിലിറ്റി കുറയും, പ്രൈസ് കൂടും. പിന്നെ എന്ത് സംഭവിക്കും ഞാൻ പറയണ്ടല്ലോ. ക്യാൻ ബി ഇൻറ്റൻസ്, പൊട്ടൻഷ്യലി ലീഡിങ് ടു പോവേർട്ടി. ഇത് പോവേർട്ടിയിലേക്ക് ലീഡ് ചെയ്യും. ചേഞ്ചിങ് ക്ലൈമറ്റിക് കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ, നാച്ചുറൽ ഡിസാസ്റ്റർ, എന്തെങ്കിലും ഫ്ലഡൊക്കെ വരിക, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഇഷ്യൂ വരിക. പല ആൾക്കാരും കൃഷി മാത്രം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ ഒരു സൈക്ലോൺ വന്നു, അവരുടെ വാഴ കൃഷിയൊക്കെ പോയി, പറയേണ്ട ആവശ്യമില്ല ഞാൻ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്. ദിസ് കാൻ എഫക്റ്റ് ഫുഡ് സെക്യൂരിറ്റി. ഫുഡ് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ കഴിക്കാൻ നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഫുഡൊന്നും കിട്ടാത്ത സിറ്റുവേഷനാണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ആവശ്യമുള്ള സ്പെസിഫിക് ഫുഡ്, ഒരു 3 നേരം കഴിക്കാനായിട്ടുള്ള ഭക്ഷണം കിട്ടുന്നുണ്ടെന്നാണെങ്കിൽ, നമുക്ക് 3 നേരം കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ടെന്നാണെങ്കിൽ അതിന് നമ്മൾ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയും. ഇത് കിട്ടുന്നില്ല എന്നാണെങ്കിൽ, നമുക്ക് ന്യൂട്രീഷൻ കിട്ടുന്നില്ല എന്നാണെങ്കിൽ അതിന് നമ്മൾ മാൽ ന്യൂട്രീഷൻ എന്ന് പറയും. മാൽ ന്യൂട്രീഷൻ.
മാൽ ന്യൂട്രീഷൻ ഡിസീസിൽ എത്താനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ദ ലൈവ്ലിഹുഡ് ഓഫ് പീപ്പിൾ ഡിപ്പെൻഡ് അപ്പോൺ അഗ്രികൾച്ചർ കോൺട്രിബ്യൂട്ടിംഗ് ടു പോവേർട്ടി. സോ സിമ്പിൾ. സോ ബൈ ദിസ് ടോപ്പിക് നമ്മൾ പോവേർട്ടി എൻ്റെ ആണെന്ന് ഡൗട്ട് ചോദിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.